بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആദ്യമായി ആമുഖമായി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ മുഹറം മാസത്തെ വരവേൽക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് അള്ളാഹു ചെയ്യുന്ന ഒരു വലിയ മഹത്തായ തൗഫീഖ് ആണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കൊല്ലത്തെ, പുതിയൊരു വർഷത്തെ, നമ്മുടെ ഒരു വയസ്സിനെ വരവേൽക്കുന്ന ഒരു സന്ദർഭമാണ്. ദുആക്ക് ഇജാബത്തുള്ള ഒരു നേരാണിത്. ആ സമയത്ത്, അതായത് ഒരു കൊല്ലം പിറക്കുന്ന നേരത്ത് ഒരു പ്രത്യേകമായ ദുആ മഹാന്മാരായ തസൗഫിന്റെ ഉലമാ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശകലനത്തിലേക്ക് വരാം. അതോടൊപ്പം തന്നെ ഒന്നാം രാത്രിയിൽ ചൊല്ലേണ്ട ദുആഇന്റെ കൂടെ തന്നെ നമുക്ക് മറ്റു പല അമലുകളുമായി ബന്ധപ്പെടാനുള്ളതായ ഒരു ചെറിയ ഉപദേശം അല്ലെങ്കിൽ ഒരു ചെറിയ വിശദീകരണം ഇൻഷാ അല്ലാഹ് അതും നമ്മുടെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. മുഹറമിനെ കുറിച്ച് ആമുഖമായി മനസ്സിലാക്കാൻ പരിശുദ്ധമായ ഖുർആന്റെ സൂറത്ത് തൗബയുടെ 36-ാമത്തെ ആയത്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. ഇന്ന ഉദ്ദത്തശ് ശുഹൂർ ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ذلك الدين القيم فلا تظلموا فيهن أنفسكم. പരിശുദ്ധമായ ഖുർആൻ ആമുഖങ്ങൾ ഇല്ലാതെ അള്ളാഹു ഈ പ്രപഞ്ചം പടച്ച അന്ന് മുതൽക്ക് ഒരു വർഷം 12 മാസം എന്ന രീതിയിൽ സമയത്തെ സംവിധാനിച്ചു എന്ന് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന ശഹ്റല്ലാഹിൽ മുഹറം ശഹ്റുൻ അദീമുൻ മുബാറകുൻ وهو أول شهور السنة الهجرية واحد الأشهر الحرم التي قال الله تعالى في القرآن. 12 മാസം ഒരു വർഷം എന്ന തോതിലേക്ക് അള്ളാഹു നിജപ്പെടുത്തിയപ്പോൾ തുടങ്ങുന്നത് മുഹറം എന്ന പരിശുദ്ധ മാസം കൊണ്ട്. മുഹറം പവിത്രമായത്, പവിത്രമാക്കപ്പെട്ടത്, ആദരണീയം, ആദരിക്കപ്പെടേണ്ടത്, ഇങ്ങനെയൊക്കെ അർത്ഥമാക്കപ്പെടാവുന്ന ഒരു പ്രയോഗ ആ വാക്കിനുള്ളത്. അള്ളാഹുവിന്റെ മാസം എന്ന് അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ടാ പറയാം. മുഹറമിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് നിരവധി പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് പറയാം. ഏതായാലും ഖുർആൻ പറഞ്ഞത് മിൻഹാ അർബഅത്തുൻ ഹുറും, പ്രപഞ്ചം പടച്ച അന്ന് മുതൽക്ക് സമയ സംവിധാനം വർഷം ഒന്ന് കടക്കുമ്പോ 12 മാസം പിന്നിടണം എന്നതിൽ ആ 12-ൽ 4 മാസത്തെ അള്ളാഹു പവിത്രമാക്കി എന്നാ പറഞ്ഞത്. ഹുറും എന്ന വാക്കാണ് പവിത്രമാക്കി എന്ന് ഖുർആൻ പറയാൻ ഉപയോഗിച്ചത്. ഹുറും എന്നതിലുള്ള എല്ലാ അക്ഷരവും മുഹറം എന്ന വാക്കിലുണ്ട്. അതായത് ആ പവിത്രമാക്കലിന്റെ എല്ലാം ഒത്തിണങ്ങി വന്നത് മുഹറമിന്റെ അകത്തുണ്ട്. അള്ളാഹു നമുക്ക് മുഹറമിന്റെ എല്ലാ ബറക്കത്തുകളും തന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഈ മുഹറം മാസത്തെ നാം ഒരു നിസ്സാര സമയമായി കാണാൻ പറ്റൂല. മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തന്നൊരു ഭാഗ്യത്തിലേക്കാണ് നമ്മൾ എത്തിയതെന്ന് ആദ്യം ആലോചിക്കണം. നമ്മൾ ഓതി വെച്ച ആയത്തിന് മഹാന്മാരായ മുഫസ്സിറുകൾ കൊടുക്കുന്ന വ്യാഖ്യാനമുണ്ട്, ധാരാളം വ്യാഖ്യാനങ്ങൾ. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസ് തന്നെയാണ് മിക്കവാറും മുഫസ്സിറുകൾ അതേക്കുറിച്ച് പറയാൻ. അൻ നബി ബക്കറത അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന الزمان قد استدار كهيئة يوم خلق الله السماوات والأرض. ഈ ഒരു വർഷം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഒരു കാലം എന്നൊക്കെ പറയുന്നത്, അതിങ്ങനെ കറങ്ങി വന്നുകൊണ്ടിരിക്കുന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളത് അത്. ഒരു കൊല്ലം കഴിഞ്ഞ അടുത്ത കൊല്ലം വരുന്നു, അങ്ങനെ കറങ്ങി വരുന്നു. ഒരു കൊല്ലം എന്നത് 12 മാസം. 12 മാസം എന്ന് എടുത്തെടുത്ത് ഇങ്ങനെ പറയാൻ എന്താണെന്നറിയോ? ഒരു 400-500 കൊല്ലം മുമ്പാണ് ഗ്രിഗോറിയൻ കലണ്ടറിൽ ജാനുവരിയും ഫെബ്രുവരിയും ഒക്കെ വന്നത്. 10 മാസമാണ് ഒരു കൊല്ലം എന്ന് കണക്കൂട്ടി വെച്ചിരുന്ന ഒരു കലണ്ടർ സംവിധാനമാണ് ഗ്രിഗോറിയൻ കലണ്ടർ, ജാനുവരി കലണ്ടർ.
ഹിജ്റ കലണ്ടറിന്റെ പാരമ്പര്യത്തെ ഈ ഹദീസ് കൊണ്ട് മാത്രം നോക്കിയാൽ തന്നെയും 1400 കൊല്ലത്തിന്റെ വ്യവസ്ഥാപിതമായ ഒരു ചട്ട അല്ലെങ്കിൽ ഒരു ചട്ടക്കൂട് അതിന് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന വാക്കുകൾ തന്നെ 12 മാസം ഒരു കൊല്ലം എന്ന രീതിയിലേക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സമയത്ത് നിശ്ചയിച്ചു എന്ന് പുണ്യനബി പ്രപഞ്ചം പടച്ച അന്ന് മുതൽ ഖുർആനിലുണ്ട്. അതായത് എത്രയോ കാലം മുമ്പ് സമയ സംവിധാനത്തെ 10 മാസം കൊണ്ട് ഒരു കൊല്ലത്തെ വ്യാഖ്യാനിച്ചവരുടെ മുന്നിൽ ഖുർആൻ പറഞ്ഞു പോയിട്ടുണ്ട്. ആ 12 മാസത്തിൽ 4 പവിത്രം, അതിൽ 3 തുടർന്ന് വന്നിരിക്കുന്ന അടുത്തടുത്ത് വന്നു. സലാത്തുൻ മുത്തവാലിയാത്തുൻ ദുൽഖഅദ ദുൽഹിജ്ജ വൽ മുഹറം. അടുത്തടുത്ത് വന്നതാണ് ദുൽഖഅദ ദുൽഹിജ്ജ മുഹറം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ 2 ജമാഅത്തുകളുടെ ഇടയിലുള്ള അല്ലെങ്കിൽ 2 ജമാഅത്തിന്റെ സമീപത്തുള്ള റജബും എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ പരിശുദ്ധമായ മുഹറം മാസം സുന്നത്ത് നോമ്പുകളുടെ ഒരു കാലം കൂടിയാണ്. ഒരു വലിയ അമലാണ് മുഹറം മാസത്തിന്റെ 1 മുതൽക്ക് സുന്നത്ത് നോമ്പ് പിടിക്കുക. ദുൽഹിജ്ജ അവസാനിക്കുമ്പോൾ തുടങ്ങണം. ദുൽഹിജ്ജ അവസാനിക്കുമ്പോൾ തുടങ്ങി മുഹറത്തിൽ അത് തുടരണം എന്നാണ്. ദുൽഹിജ്ജ അവസാന ദിവസം നോമ്പും മുഹറത്തിന്റെ ആദ്യത്തെ ദിവസം നോമ്പുണ്ടായ 50 വർഷത്തെ പാപം അല്ലാഹു പൊറുക്കുന്ന ഒരു പദവി കിട്ടുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇമാം ഷൗക്കാനി അവിടുത്തെ അൽ ഫവായിദുൽ മജ്മൂഇൽ ആ ഹദീസ് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഏതായാലും സുന്നത്ത് നോമ്പുകളുടെ ഒരു കാലമാണ് മുഹറം മാസം. അഫ്ദലുസ് സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പിന് പ്രതിഫലേച്ഛ കൂടുതൽ, പ്രതീക്ഷ കൂടുതൽ, പ്രതീക്ഷിക്കാവുന്നത് ഏറ്റവും കൂടുതൽ കൂലിയുള്ളത് മുഹറമിലാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മാസത്തെ മുഹറം മാസത്തെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ മാസത്തിൽ നോമ്പനുഷ്ഠിക്കാം. എന്നാൽ റമളാൻ വ്രതവിശുദ്ധിയുടെ പുണ്യം നേടാൻ റമളാൻ കഴിഞ്ഞിട്ട് പിന്നെ വ്രതവിശുദ്ധിയുടെ പുണ്യം നേടാൻ ഏറ്റവും നല്ല സന്ദർഭമായും മുഹറമിനെ നമ്മൾ പരിഗണിച്ചേ പറ്റൂ. പരിശുദ്ധമായ ഹദീസുകളിൽ ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ നമുക്ക് ആ ഹദീസ് കാണാം. അഫ്ദലുസ് സിയാം ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം വ അഫ്ദലുസ് സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ. സ്വഹീഹ് മുസ്ലിം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഫർളായ നോമ്പാണ് റമളാനിൽ. എന്നാൽ പിന്നെ സുന്നത്തായ നോമ്പിന് ഏറ്റവും സ്ഥാനം മുഹറമിലാണ്. ഫർള് നിസ്കാരത്തിന് ശേഷം പിന്നെ ഏറ്റവും സ്ഥാനം പറയാവുന്ന നിസ്കാരം തഹജ്ജുദ് നിസ്കാരം എന്നും ഈ ഹദീസിൽ, അതായത് രാത്രികളിലെ നിസ്കാരം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമിൽ ആ ഹദീസ് കാണാം. അപ്പൊ തഹജ്ജുദ് നിസ്കാരത്തിന്റെ ഒക്കെ ഒരു പ്രാധാന്യം നിസ്കാരങ്ങളുടെ ഇടയിൽ അതൊരു വലിയൊരു ക്വാളിറ്റി പോലെ മുഹറം മാസത്തിന്റെ സുന്നത്ത് നോമ്പിന് കാണേണ്ടതുണ്ട്. ഞാനൊരു അമല് പറയാം. മുഹറം മാസം 1-ാം രാവ് മുതൽ പ്രത്യേകം ചൊല്ലേണ്ടത്, മുഹറമിന്റെ 1-ാമത്തെ രാവെത്തിക്കഴിഞ്ഞാൽ പ്രത്യേകം മഹാന്മാര് ചൊല്ലൽ പുണ്യമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. 1-ാം ദിവസമെത്തിയാൽ, 1-ാം രാവെത്തിയാൽ ബിസ്മിയോടുകൂടി 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതണം. എത്രയാ? ബിസ്മിയോടുകൂടി ഓരോന്നിനും ബിസ്മി 360 വട്ടം ആയത്തുൽ കുർസി. അപ്പൊ 360 ആയത്തുൽ കുർസിക്ക് 360 ബിസ്മി ഓതിക്കൊള്ളണം. കൂടെ ആയത്തുൽ കുർസി 360 എണ്ണം ബിസ്മിയോടുകൂടി 1-ാം രാവിലോദനം, അല്ലെങ്കിൽ 1-ാം രാവിലെ ഓതി തീർന്നില്ലെങ്കിൽ 1-ാമത്തെ പകലിലേക്കും കൂടിയാക്കാം. ആദ്യത്തെ ദിവസം ഓതണം. എന്നാൽ ആ വർഷത്തെ പൈശാചിക ശർറുകളെ പ്രതിരോധിക്കാൻ നല്ലതാണത്രേ. മഹാനായ സയ്യിദി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള പല മഹാന്മാരും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കെൻസുൻ നജാഹിന്റെ 65-ാമത്തെ പേജിൽ ഉദ്ധരണി കാണാം. 360 ആയത്തുൽ കുർസി ബിസ്മിയോടുകൂടി. എന്താ ആയത്തുൽ കുർസി? ആയത്തുൽ കുർസി എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത അനുഭവമാണ്. സ്വഹാബികളിലെ പ്രമുഖനാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. സ്വഹാബികളിലെ പണ്ഡിതനാണ് ഉബയ്യ് ഇബ്നു കഅബ്. അള്ളാഹുവിന്റെ ഹബീബിന് വലിയ ഇഷ്ടമുള്ള സ്വഹാബിയാണ് ഉബയ്യ് ഇബ്നു കഅബ്. ഒരുപാട് അറിവുള്ള സ്വഹാബിയാണ്. ഉബയ്യ് ഇബ്നു കഅബിന്റെ അറിവ് അള്ളാഹുവിന്റെ ഹബീബിനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു.
പുന്നാര നബിയുടെ മുന്നിൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കുറെ ചോദ്യങ്ങളോ ഉത്തരം അല്ലാഹുവിന്റെ ഹബീബ് ഉബയ്യ് ഇബ്നു കഅബിനോട് ചോദിച്ചു, അത്തദരി അയ്യ ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅ്ലം. മോനെ ഉബയ്യേ, പരിശുദ്ധ ഖുർആൻ നീ ഹാഫിളാണല്ലോ, ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആയത്ത് ഏതെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? വിനയത്തോടുകൂടെ ആദ്യം പറഞ്ഞു അല്ലാഹു വറസൂലുഹു അഅലം എന്ന് പറഞ്ഞു. പടച്ചോനറിയാം, റസൂലുള്ളാഹിക്കറിയാം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾക്കറിയാം, ഈ സഹാബി മോനെ അറിയാം ഈ ആയത്ത് ഏത് എന്ന്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആയത്ത് ഏത് എന്ന് ഈ സ്വഹാബിക്ക് അറിയാം എന്ന് റസൂലുള്ളാഹിക്ക് അറിയാം, റസൂലുള്ളാഹിക്ക് ബോധ്യമുണ്ട്. നബി തങ്ങൾ വീണ്ടും ചോദിച്ചു, യാ അബൽ മുൻദിർ അത്തദരി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅ്ലം. ഉബയ്യേ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠത ഏത് ആയത്തിനാ? ഖാല ഖുൽതു. ഉബയ്യ് ഇബ്നു കഅബ് പറയാണ്, ഞാൻ ഹബീബിന്റെ മുന്നിൽ ഓതാൻ തുടങ്ങി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തിൽ കുറിച്ച് അങ്ങ് ഓതി കൊടുത്തു. ഹബീബായ നബി തങ്ങൾ എന്റെ നെഞ്ചിൽ പതുക്കെ ഒന്ന് അടിച്ചു, നെഞ്ചിലടിച്ചു. വഖാല, എന്നിട്ട് എനിക്ക് വേണ്ടി ദുആയിരുന്നു, വല്ലാഹി ലിയഖ്നിക അൽ ഇൽമു യാ അബൽ മുൻദിർ. ഓ മഹാനായ ഉബയ്യ് എന്ന സ്വഹാബിയെ, അങ്ങയുടെ ഇൽമങ്ങ് വർദ്ധിക്കട്ടെ. ഖാല റസൂലുള്ളാഹി. ഇത് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. ഇമാം അഹ്മദിന്റെ റിവായത്തിൽ ഒരു അല്പവും കൂടിയുണ്ട്. എന്നിട്ട് ഹബീബായ നബി തങ്ങൾ അങ്ങ് പറയാൻ തുടങ്ങി, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം, ഇന്ന ലഹാ ലിസാനം വശഫതൈൻ. ആയത്തുൽ കുർസി നമ്മൾ ഓതുമ്പോൾ ആയത്തുൽ കുർസി റബ്ബിന്റെ മുന്നിലേക്ക് ചൊല്ലുകയാ ഒരു പ്രത്യേകമായ രൂപത്തിൽ. അവിടെ ചൊല്ലുമ്പോൾ ഈ ആയത്തുൽ കുർസിയിന് രണ്ട് ചുണ്ടും ഒരു നാവും ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിൽ ആയത്തുൽ കുർസി ചെന്നിരിക്കുക, അവിടെ ഇരുന്നു കൊണ്ട് റബ്ബിനെ പ്രകീർത്തിക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതാണ് ആയത്തുൽ കുർസി. ഒരു ഹദീസും കൂടി പറയാം. 5 വഖത്ത് ഫർദ് നിസ്കാരം കഴിയുമ്പോൾ ആയത്തുൽ കുർസി ഓതാൻ പിശുക്ക് കാണിക്കല്ലേ. വേഗം ദ്വാരുന്നു, ഉസ്താദ് വേഗം ദ്വാരുന്ന് മെഹ്റാബിൽ നിന്ന് എണീറ്റ് പോയി, അല്ലെങ്കിൽ നിസ്കാരം വേഗം കഴിഞ്ഞു, ആയത്തുൽ കുർസി ഓതാൻ മുടക്കണ്ട, അത് കഴിഞ്ഞിട്ട് ഓതിക്കൊള്ളണം. നിസ്കാര ശേഷം ആയത്തുൽ കുർസി മുടക്കിക്കളയല്ലേ. എന്തുകൊണ്ട്? അവന്റെ മുമ്പിൽ സ്വർഗത്തിലേക്ക് പോവാൻ ഇനി ഒരു തടസ്സം, ഇങ്ങനെ പതിവായിട്ട് ചെയ്യുന്ന ആൾക്ക് സ്വർഗത്തിലേക്ക് ഇനി പോവാനുള്ള ഒരു തടസ്സം, അവൻ മരിച്ചു കിട്ടിയാൽ മതി, അവൻ മരിച്ച ഉടനെ സ്വർഗ. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇമാം നസായി അവിടുത്തെ സുനനുൽ കുബ്രയിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. ഇമാം തബറാനി അവിടുത്തെ അൽ മുഅ്ജമുൽ കബീറിലും പറയുന്നുണ്ട്, മൻ ഖറഅ ആയത്തുൽ കുർസി, അല്ലാഹുവിന്റെ ഹബീബ് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും ആയത്തുൽ കുർസി ഓതൽ പതിവുണ്ട്, ദുബറ കുല്ലി സ്വലാത്തിൻ മക്തൂബ, ഓരോ ഫർദ് നിസ്കാര ശേഷവും ആയത്തുൽ കുർസി ഒരാൾ ഓതൽ പതിവാണ് എങ്കിൽ, ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലാ അൻ യമൂത്, അവൻ സ്വർഗത്തിലേക്ക് പോവാൻ ഇനി അവന്റെ മുന്നിലുള്ള തടസ്സം അവന്റെ മരണം മാത്രമാ. അവൻ മരിച്ചാൽ ഉടൻ സ്വർഗത്തിലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ആയത്തുൽ കുർസി. ഒരു ഹദീസ് കൂടി പറയാം. നമ്മുടെ പ്രമാണങ്ങളേറെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമാണ് ഇസ്മുൽ അഅ്ലം. ഇസ്മുൽ അഅ്ലം ആയത്തുൽ കുർസിയിലുണ്ട്, അങ്ങനെ പറയുന്നത്. ഇസ്മുൽ അഅ്ലം ആയത്തുൽ കുർസിയിലുണ്ട്. ഇസ്മുൽ അഅ്ലം ഏതെന്ന് അല്ലാഹുവിനെ അറിയൂ. അതുകൊണ്ട് ഇസ്മുൽ അഅ്ലം ഓതിയിട്ട് ദുആ എന്നാൽ വേഗം ഉത്തരമാണ്. ആയത്തുൽ കുർസിയിൽ ഇസ്മുൽ അഅ്ലം ഉണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇസ്മുൽ അഅ്ലം ഉള്ള സ്ഥിതിക്ക് ആയത്തുൽ കുർസി ഓതിയിട്ട് ദുആ ചെയ്തു കഴിഞ്ഞാൽ വേഗം ഉത്തരമാണ്. ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഹദീസ് പറയുന്നുണ്ട്,
മഹാനായ ഇമാം ഹക്കീം അവിടുത്തെ മുസ്തദറക്കിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. നാസിറുദ്ദീൻ അൽ അൽബാനി ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കേട്ടോ ഹദീസ്. അൻ അബി ഉമാമത്തൽ ബാഹിലി ഖാല റസൂലുള്ളാഹി ഇസ്മുല്ലാഹിൽ അഅ്ലമുൽ ലദീ ഇദാ ദുഇയ ബിഹി അജാബാ. ദുആ ചെയ്താൽ ഉത്തരം കിട്ടാൻ ഒരു വട്ടം ഓതിയാൽ മതി ഇസ്മുൽ അഅ്ലം. അത് ഏതോ അല്ലാഹുവിനറിയാം. ആ ഇസ്മുൽ അഅ്ലം 3 സൂറത്തുകളിൽ ഉണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ 3 സൂറത്തുകൾ, 1 സൂറത്തുൽ ബഖറ, 2 സൂറത്തു ആൽ ഇംറാൻ, 3-ാമത്തെ സൂറത്തു ത്വാഹ. ഇനി കേൾക്ക്. മഹാന്മാര് പറയുന്നുണ്ട്. വഖാലൽ ഖാസിം അബൂ അബ്ദുറഹ്മാൻ ഫൽതമസ്തുഹാ ഫവജദ്തു ഫീ സൂറത്തുൽ ബഖറ. ഞാൻ ഈ ഇസ്മുൽ അഅ്ലമുള്ള ആ ഭാഗം തേടിയിട്ട് ഞാൻ ഖുർആൻ അങ്ങോട്ട് ഓതാൻ തുടങ്ങി. 3 സൂറത്തില് ഉറപ്പായിട്ടുണ്ടെന്ന ഹബീബായ നിബിതങ്ങൾ പറഞ്ഞത്. 1 സൂറത്തുൽ ബഖറയാണ്. ബഖറ ഞാൻ ഓതി. ബഖറ ഓതിയപ്പോൾ എനിക്ക് കിട്ടി എവിടെയാ ഇസ്മുൽ അഅ്ലം ഉള്ളത്? എനിക്ക് കിട്ടി പരിശുദ്ധമായ ആയത്തുൽ കുർസിയില. എന്തുകൊണ്ട്? അവിടെ ഉള്ളത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഹുവ ഉണ്ട്, ഹയ്യുണ്ട്, ഖയ്യൂമുണ്ട്. അപ്പൊ ഇസ്മുൽ അഅ്ലം ഈ 3 ഏതെങ്കിലും ആവാം. പിന്നെ ഞാൻ ആലു ഇമ്രാനിലുണ്ടെന്നല്ലേ റസൂലുള്ളാഹി പറഞ്ഞു. ആലു ഇമ്രാൻ ഓതി. ആലു ഇമ്രാൻ തുടങ്ങുന്നത് തന്നെ അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആലു ഇമ്രാന്റെ തുടക്കത്തിൽ തന്നെ അത് കാണാനുണ്ട്. പിന്നെ ഞാൻ സൂറത്ത് താഹ ഓതിയപ്പോൾ അതിൽ കാണാം വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യുൽ ഖയ്യൂം. അവിടെ ഉണ്ട്. ഹയ്യും ഖയ്യൂം ഒക്കെ അവിടെ ഉണ്ട്. അങ്ങനെയാണ്. അപ്പൊ ആയത്തുൽ കുർസിയിൽ ഇസ്മുൽ അഅ്ലം, ആയത്തുൽ കുർസിന്റെ ഒരു പ്രധാന ഒരു വാക്കാണ് ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലെ, ഹുവ എന്നത് ഇസ്മുൽ അഅ്ലം ആണെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പറയുന്നവരുണ്ട്. ഈജിപ്തുകാരനായ ഷെയ്ഖ് അഹമ്മദ് ഷിർബാസി അദ്ദേഹത്തിന്റെ അൽ അസ്മാഉൽ ഹുസ്ന എന്ന കിതാബിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഹുവ എന്നത് ഇസ്മുൽ അഅ്ലമാണ്. ആയത്തുൽ കുർസി ഈ ഹുവ ഉൾക്കൊള്ളുന്നുണ്ട്. എന്താ നമ്മളിപ്പോ പറഞ്ഞത്? പരിശുദ്ധമായ മുഹറമിന്റെ 1-ാമത്തെ രാവ് എത്തിക്കഴിഞ്ഞാൽ 360 പ്രാവശ്യം ബിസ്മിയോടുകൂടി ആയത്തുൽ കുർസി ഓതണം. പല മഹാന്മാരും അങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മഹാനായ സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൻസുൻ നജാഹിന്റെ 65-ാമത്തെ പേജിൽ കൃത്യമായി തന്നെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയത്തുൽ കുർസി ഓതി 360 വട്ടം ബിസ്മില്ലിട്ട് ഓതി. അതിനുശേഷം ഒരു ദുആ സുന്നത്താണ്. ആ ദുആ താഴെ പറയാം. 1-ാം രാത്രിയിലെ ദുആ കേട്ടോട്ടോ. മുഹറമിന്റെ 1-ാമത്തെ രാത്രിയിലെ ദുആ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദുആ കേട്ടോട്ടോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم صل على سيدنا محمد صلاة تملأ خزائن الله نورا وتكون لنا وللمؤمنين فرجا وفرحا وسرورا وعلى آله وصحبه وسلم تسليما كثيرا اللهم أنت الأبدي القديم الأول وعلى فضلك العظيم وكريم جودك العميم المعول وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائه والعون على هذه النفس الأمارة بالسوء والاستغال بما يقربني إليك زلفى يا ذا الجلال والإكرام وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. ഈ ദുആ
അല്ലാഹുമ്മ അൻതൽ അബ്ദിയു എന്ന് തുടങ്ങിയ ആ ഭാഗം മുതൽക്കുള്ള ഇത്രയും ഭാഗം 3 വട്ടം ചൊല്ലണം എന്നാണ് കെൻസുൻ നസാഹില് നമുക്ക് കാണാൻ കഴിയുന്നത്. 3 വട്ടം ചൊല്ലണം, 3 വട്ടം ചൊല്ലണം. അതിനുശേഷം താഴെ ഇനി പറയുന്ന ദുആയും കൂടി ചേർക്കാവുന്നതാണ്. അല്ലാഹുമ്മ ഹാദിഹി സനത്തുൻ ജദീദ മുഖ്ബിലത്തുൻ ലം അഅമൽ ഫി ഇബ്തിദാഇഹാ അമലൻ യുഖർരിബുനി ഇലൈക സുൽഫാ ഗൈറ തളർറുഇ ഇലൈക ഫഅസ്അലുക അൻ തുവഫിഖനി ലിമാ യുർദീക അന്നി മിനൽ ഖിയാമി لما لك علي من طاعتك وألزمني الإخلاص فيه لوجهك الكريم في عبادتك وأسألك إتمام ذلك علي بفضلك ورحمتك. اللهم إني أسألك خير هذه السنة المقبلة يمنها ويسرها وأمنها وسلامتها وأعوذ بك من شرورها وصدورها وعسرها وخوفها وهلكتها وأرغب إليك أن تحفظ علي فيها ديني الذي هو عصمة أمري والدنيا التي فيها معاشي وتوفقني فيها إلى ما يرضيك عني في معادي يا أكرم الأكرمين يا أرحم الراحمين. اللهم يا محول الأحوال حول حالي إلى أحسن الأحوال بحولك وقوتك يا عزيز يا متعال. وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. ഒരു വർഷത്തിന്റെ ആരംഭത്തിലെ ദുആയാണ് ഈ പറഞ്ഞ ദുആ. ഈ ദുആ നമ്മൾ ചൊല്ലല് പുണ്യമാണെന്ന് മഹാന്മാർ പറയുന്നു. ഇത് ചൊല്ലുന്നതിന് മുമ്പ് 360 വട്ടം ആയത്തുൽ കുർസി ബിസ്മിയോടുകൂടെ ഓതണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ദുആഇന്റെ ഒരു വൽഹാസിൽ അതിന്റെ ടോട്ടൽ അർത്ഥം പറയാം. അല്ലാഹുവേ, പടച്ചവനെ, നീ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. നിന്റെ ഖജനാവ് പ്രകാശം കൊണ്ട് നിറയും അത്രത്തോളം സ്വലാത്ത് നീ ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തംലഉ ഖസാഇനല്ലാഹി നൂറാ. അല്ലാഹുവേ, എല്ലാ മുഅ്മിനീങ്ങൾക്കും, ഞങ്ങൾക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും സന്തോഷം തരുന്ന, വിശാലത കിട്ടുന്ന സ്വലാത്ത് നീ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻതൽ അബ്ദിയുൽ ഖദീമുൽ അവ്വൽ, പടച്ചവനെ പണ്ടേ ഉള്ള റബ്ബേ, വഅലാ ഫദ്ലിക്കൽ അലീം വകരീം ജൂദിക്കൽ അമീം അൽ മുഅവ്വൽ, പടച്ച റബ്ബേ, വലിയ മാന്യതയും ഔദാര്യവും വിശാലമായ തമ്പുരാനെ, ഇതൊരു പുതിയ വർഷമാ. ഖദ് അഖ്ബൽ, ദാ പുതിയ വർഷം എത്തിക്കഴിഞ്ഞു. അസ്അലുകൽ ഇസ്മത ഫീഹി മിനശ് ശൈത്വാനി വ ഔലിയാഇഹി, പിശാചിന്റെ എല്ലാ കെണിവലയങ്ങളിൽ നിന്നും അവന്റെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും നീ എനിക്ക് കാവൽ തരണേ അല്ലാഹ്. പടച്ചവനെ, എന്റെ ശരീരം തെറ്റ് ചെയ്യാൻ ധാരാളം നിർബന്ധിക്കുന്ന ശരീര, ആ ശരീരത്തിനെതിരെ നീ എനിക്കൊരു സഹായം തരണേ അല്ലാഹ്. പടച്ചവനെ, നിന്നിലേക്ക് എന്നെ അടുപ്പിക്കണേ അല്ലാഹ്. യാദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവേ, മാന്യനായ ഔദാര്യവതിയായ തമ്പുരാനെ. ഇനി അതിന്റെ താഴേക്ക് വരുമ്പോ പിന്നെ കാണാം അല്ലാഹുമ്മ ഹാദിഹി സനത്തുൻ ജദീദത്തുൻ മുഖ്ബിലത്തുൻ, പടച്ചവനെ, ഇതൊരു പുതിയ വർഷമാ, ഇത് ഞങ്ങളിലേക്ക് മുന്നിട്ട് വരുന്നു. ലം അഅമൽ ഫി ഇബ്തിദാഇഹാ അമലൻ യുഖർരിബുനി ഇലൈക, ഈ പുതിയ വർഷം നിന്നിലേക്ക് അടുക്കാൻ പറ്റിയ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല. ഗൈറ തളർറുഇ ഇലൈക, നിന്റെ മുന്നിൽ വിനയപ്രകടനം നടത്തി ഈ ദുആ ചെയ്തതല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല അല്ലാഹ്. ഫഅസ്അലുക അൻ തുവഫിഖനി ലിമാ യുർദീക അന്നി മിനൽ ഖിയാമി ലിമാ ലക അലയ്യ മിൻ ത്വാഅതിക, പടച്ചവനെ, നിന്നെ വഴിപ്പെടാനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, നിനക്ക് തൃപ്തിയുള്ളതൊക്കെ ചെയ്യാൻ നീ എനിക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, എനിക്ക് ഈ ഖിലാസ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഔദാര്യം കൊണ്ട്, നിന്റെ ഓശാരം കൊണ്ട് നിനക്ക് ഞാൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, പൂർത്തീകരിക്കാൻ റബ്ബേ ഞാൻ നിന്റെ സഹായം തേടുന്നു അല്ലാഹ്.
അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദിഹി സനത്തിൽ മുഖ്ബില, ഈ പുതിയ വർഷത്തിന്റെ എല്ലാ ഖൈറും അതിന്റെ എളുപ്പവും അതിന്റെ നിർഭയത്വവും അതിന്റെ സുരക്ഷിതത്വവും ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്. പടച്ചവൻ, ഇതിന്റെ ഷർറുകളിൽ നിന്നും ഇതിന്റെ ഇടങ്ങേറുകളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും പേടികളിൽ നിന്നും നാശത്തിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാഹ്. വഅർഗബു ഇലൈക അൻ തഹ്ഫള അലയ്യ ഫീഹാ ദീനി അല്ലദി ഹുവ ഇസ്മത്തു അംരി, എൻ്റെ കാര്യങ്ങളുടെ പിടിച്ചു നിൽപ്പ് എൻ്റെ ദീന, ആ ദീൻ എനിക്ക് കൈമോശം വരാതെ റബ്ബേ നീ എനിക്ക് സംരക്ഷണം നൽകണം. ഞാൻ അത് നിന്നോട് യാചിച്ചു ചോദിക്കുന്നു അല്ലാഹ്, ആഗ്രഹിച്ചു ചോദിക്കുന്നു അല്ലാഹ്. പടച്ചവനെ, എൻ്റെ ജീവിതം നിലനിന്നു പോകാൻ ഈ ദുനിയാവിന്റെ മഈശത്തിന്റെ മാർഗം നീ എനിക്ക് നിലനിർത്തി തരണേ അല്ലാഹ്. അല്ലാഹുവേ വതുവഫിഖനി ഫീഹാ ഇലാ മാ യുർദീക്, നിനക്ക് പൊരുത്തമുള്ള പലതും ചെയ്യാൻ നീ എന്നെ സഹായിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മാന്യനായ തമ്പുരാനെ, കരുണയുള്ള അല്ലാഹ്. അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ, അല്ലാഹുവേ, അവസ്ഥകളെ നീയല്ലേ തകിടം മറിക്കുന്നത്, എൻ്റെ അവസ്ഥ ഏറ്റവും നല്ല അവസ്ഥയാക്കി തരണം അല്ലാഹ്. ബിഹൗലിക വഖുവതിക യാ അസീസ് യാ മുതഅൽ, പടച്ചോനെ, ഏകാധിപതിയായ അല്ലാഹ്, പ്രതാപവതിയായ അല്ലാഹ്, നിന്റെ ശക്തിയും നിന്റെ കഴിവും മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കാം, എന്റെ അവസ്ഥയെ നീ നന്മയിലേക്ക് മറിച്ചിടണം അല്ലാഹ്. ഇങ്ങനൊരു ദുആ 360 പ്രാവശ്യം ആയത്തുൽ കുർസിയെ ബിസ്മിയോട് കൂടെ ഓതിയിട്ട് നമ്മൾ ചൊല്ലല് പുണ്യമാണ്. മുഹറമിന്റെ 1-ാം രാവെത്തി കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ചെയ്യല് വളരെ നല്ല കാര്യങ്ങളാണ്. മുഹറമിന്റെ ആദ്യത്തിൽ നമുക്ക് സുന്നത്ത് നോമ്പുകൾ ഉണ്ടാവണം. അത് ആ വർഷം കബൂലാവാൻ, പിശാചിന്റെ കിണിവലയങ്ങൾ പൊട്ടിക്കാൻ, ദുൽഹിജ്ജ അവസാനിച്ച് മുഹറത്തിൽ കയറുമ്പോൾ 2 സന്ദർഭത്തിലും, ദുൽഹിജ്ജയുടെ അവസാനത്തിലും മുഹറമിന്റെ ആദ്യത്തിലും നമുക്ക് സുന്നത്ത് നോമ്പുണ്ടെങ്കിൽ 50 വർഷത്തെ പാപം അല്ലാഹു പൊറുക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ഇമാം ഷൗക്കാനി അവിടുത്തെ അൽ ഫവായിദുൽ മജ്മൂഅയിൽ ആ ഹദീസ് രേഖപ്പെടുത്തുന്നതായി കാണാം. സുദീർഘമാക്കുന്നതിൽ അവസാനിപ്പിക്കുന്നു. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. അല്ലാഹുവേ, പുണ്യമാക്കപ്പെട്ട മുഹറം മാസത്തിന്റെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, മാരക രോഗങ്ങൾ അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. നീ തന്ന എല്ലാത്തിലും ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, അവിചാരിത നേരത്തെ സംഭവിക്കുന്ന മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഖൈർ നൽകുക അല്ലാ. ഒരുപാട് പേര് ദുആ വസിയ്യത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാ. അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹസ്സലാക്കണേ അല്ലാ. വിവാഹപ്രായമായ മക്കൾക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ ചേർക്കണേ അല്ലാ. കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ബറക്കത്ത് നൽകണേ അല്ലാ. കടബാധ്യതകൾ വീട്ടണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, വാഹന സംബന്ധമായ കാര്യങ്ങൾ പലരും പറഞ്ഞു ദ്വാരക്കാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ എല്ലാവരുടെയും വാഹനങ്ങൾ ബറക്കത്തിലാക്കണേ അല്ലാ. കേടുപാടുകളെ തൊട്ടുകാക്കണേ അല്ലാ. വാഹനാപകടങ്ങളെ തൊട്ടുകാക്കണേ അല്ലാ. മക്കളുടെ വിദ്യാഭ്യാസത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. വസ്തുക്കൾ വിറ്റുപോവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. ഖൈറായ വിലയിൽ വിറ്റുപോവാനും അതുവഴി നടക്കേണ്ട ആവശ്യം ഭംഗിയായി നടക്കാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. വിറ്റതിനേക്കാൾ ഖൈറായ മറ്റൊന്ന് തിരിച്ചു വാങ്ങാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും ശാരീരിക അസ്വസ്ഥതകൾ, പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് നല്ലത് വരുത്തണേ അല്ലാ. റബ്ബേ, നീ പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിയാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. റബ്ബനാ റഹംഹും കമാ റബ്ബൗനാ സഗാറാ.
آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.